കേരളത്തിൽ ഓരോ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും അത് ആവർത്തിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക പതിവാണ്. പോരാത്തതിന് പഠനത്തിനായി സമിതികളും കമ്മിറ്റികളും ഒട്ടനവധി ഉണ്ടാകാറുണ്ട്. ഈ സമിതികളെല്ലാം റിപ്പോർട്ടുകളും സമർപ്പിക്കും. എന്നാൽ ഈ റിപ്പോർട്ടുകളിൽ എത്ര എണ്ണം നടപ്പാക്കുന്നുവെന്ന് ചോദിച്ചാൽ മന്ത്രിമാർ പോലും പരസ്പരം നോക്കി നിൽക്കുക മാത്രമാണ് പതിവ്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ സംഭവം തീരാ നോവായി മുന്നിൽ നിൽക്കുകയാണ്. ഇതിനു മുമ്പും പല ദുരന്തങ്ങളും കേരളത്തിലുണ്ടായി. എന്നാൽ അതിൽ നിന്നും എന്തെങ്കിലും പാഠം കേരളം പഠിച്ചോ? അതിനാരും തയ്യാറാകുന്നില്ല എന്നാണ് പെട്രോളിയം ആൻഡ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ എക്സ്പ്ലോസീവ് ജോയിന്റ് ചീഫ് കൺട്രോളറായിരുന്ന ഡോക്ടർ ആർ വേണുഗോപാൽ പറയുന്നത്. 2018 ഉണ്ടായ വെള്ളപ്പൊക്കം സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ്. ജനസംഖ്യയുടെ ഏതാണ്ട് 1/6 ബാധിച്ചു. 483 പേർ അന്ന് മരിച്ചു. തുടർന്ന് 2019-ലും 2020-ലും 2021-ലും കടുത്ത കാലവർഷക്കെടുതികൾ സംസ്ഥാനം അനുഭവിച്ചു. പക്ഷേ ഇവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും ഭാവിയിൽ ദുരന്തങ്ങൾ ഇല്ലാതാക്കാനോ ഉണ്ടായാൽ തന്നെ വ്യാപ്തികൾ കുറയ്ക്കാനോ ഉള്ള കാര്യമായ പ്രയത്നങ്ങൾ ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് നാം പഠിക്കാനും യുക്തമായ പരിഹാരങ്ങൾ കണ്ടെത്താനും തയ്യാറാകാത്തത്? രാജമലയിൽ 2022-ൽ നടന്ന ഉരുൾപൊട്ടലിന് ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന ദുരന്തവുമായി സാമ്യമുണ്ട്. ആ ദുരന്തത്തിന് ഇപ്പോൾ 2 വർഷം പൂർത്തിയായിരിക്കുന്നു. ഈ കാലയളവിൽ നാം എന്താണ് പഠിച്ചത്? എന്താണ് ഉൾക്കൊണ്ടത്? സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖലകൾ കണ്ടെത്തുകയും കേരളത്തിന്റെ മുന്നറിയിപ്പ് കിട്ടിയ ഉടനെ നടപടിയെടുക്കുകയും ചെയ്യണമായിരുന്നു. അപകട സാധ്യതകളെക്കുറിച്ച് വിവരം കിട്ടിയിട്ട് കൂടി നമ്മൾ ആൾക്കാരെ മാറ്റാതെ വളരെ അലസമായിരുന്നു. ഇതേസമയം ഗുജറാത്തിലും ഒഡീഷയിലും അപകടമുണ്ടായെങ്കിലും അപ്പോൾ തന്നെ ജനങ്ങളെ മാറ്റി പാർപ്പിക്കാനായി. മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, നൂൽപ്പുഴ എന്നിവിടങ്ങളിൽ ആൾക്കാരെ മാറ്റാനാകുമായിരുന്നുവെന്ന് 100% ഉറപ്പാണ്. എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. നമ്മൾ പ്രശ്നമുണ്ടായ ശേഷമാണ് ഇടപെടുന്നത്. പ്രശ്നമുണ്ടാകാതിരിക്കാൻ മുൻകൈ എടുക്കുന്നില്ല. 3 മാസം കഴിയുമ്പോൾ വയനാട് ദുരന്തവും നമ്മൾ മറക്കും. അടുത്ത വർഷം ഓഗസ്റ്റിൽ വേറൊരിടത്ത് ഉരുൾപൊട്ടുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും ഇതേക്കുറിച്ച് സംസാരിക്കുക. ദുരന്തത്തിന് ശേഷം രക്ഷാപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയല്ല കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റി ചെയ്യേണ്ടത്. അതിനു മുമ്പ് തന്നെ വിശദമായ പഠനങ്ങൾ നടത്തി റിപ്പോർട്ടുകളെ അപഗ്രഥിച്ച് ക്രിയാത്മകമായ നടപടിയെടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകും. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനം തടയാൻ വേണ്ടത് കിട്ടാവുന്നതിൽ മികച്ച വിദഗ്ധരെ, ജീവിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട ഇടമായി കേരളത്തെ മാറ്റാൻ പറ്റിയ നിർദ്ദേശങ്ങൾ തരാൻ പറ്റിയവരെ അടിയന്തരമായി കണ്ടെത്തി സമിതി രൂപീകരിക്കണമെന്ന് ഡോക്ടർ ആർ വേണുഗോപാൽ പറയുന്നു. അതിൽ കെമിക്കൽ, മൈനിങ്, എഞ്ചിനീയറിംഗ്, ദുരന്ത നിവാരണ വിദഗ്ധർ, ജിയോഫിസിസ്റ്റുകൾ തുടങ്ങിയവർ വേണം. പ്രശ്നവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും അവർ പഠിക്കണം. ബന്ധപ്പെട്ടവരുമായി സംസാരിക്കണം. ഡൽഹിയിലെ IIT അടക്കമുള്ളവ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ പഠിക്കുകയും നിഗമനങ്ങൾ മനസ്സിലാക്കുകയും വേണം. 6 മാസത്തിനകം സമിതി പഠന റിപ്പോർട്ട് സമർപ്പിക്കണം. അവയിലെ കണ്ടെത്തലുകൾ അടുത്ത ഓഗസ്റ്റിന് മുമ്പ് നടപ്പാക്കുക. ഇതാണ് ചെയ്യേണ്ടത്. അതിനായി അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും സർക്കാർ ചെയ്തു കൊടുക്കണം. റിപ്പോർട്ട് കിട്ടിയാൽ ശുപാർശകൾ അടിയന്തരമായി തന്നെ നടപ്പാക്കണം. അല്ലെങ്കിൽ അടുത്ത ഓഗസ്റ്റിലും ഇന്നത്തെ സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നില്ല. അപകടമുണ്ടായി 6 ദിവസത്തേക്ക് ജില്ലാ കളക്ടർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം. വകുപ്പ് മന്ത്രിമാർ സ്ഥലത്തെത്തി കളക്ടറെ അന്വേഷിക്കുമ്പോൾ പോകാതിരിക്കാനാവില്ല. VIP-കൾ സ്ഥലത്ത് പോകുന്നത് രക്ഷാപ്രവർത്തനങ്ങളെ ബാധിക്കാൻ ഇടയുണ്ട്. സന്ദർശിച്ച് പത്രങ്ങളിൽ പടം വരുത്തുകയല്ല, കൺട്രോൾ റൂമിലിരുന്ന് എത്ര കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. ദുരന്തം കൈകാര്യം ചെയ്യുന്നതിൽ വ്യത്യസ്ത പദവിയിലുള്ളവർക്ക് കളക്ടറും തഹസിൽദാരും വില്ലേജ് ഓഫീസറും സർവേയറും അടങ്ങുന്ന ഉദ്യോഗസ്ഥർ തങ്ങളുടെ ജോലി എന്താണെന്ന് അറിയില്ല. പ്രത്യേകിച്ച് അവരുടെ ജോലിക്രമങ്ങളെക്കുറിച്ചും ലഭ്യമായ വിവരങ്ങളെക്കുറിച്ചും. ആംബുലൻസും ഫയർ സർവീസും റെസ്ക്യൂ സംഘങ്ങളും ഫസ്റ്റ് എയ്ഡും കട്ടിംഗ് ടൂൾസും ഹെവി ഡ്യൂട്ടി മെഷീനറിയും മണ്ണുമാന്തി അടക്കമുള്ള വാഹനങ്ങളും കുടിവെള്ളവും ഒക്കെ റെഡിയാക്കണം. മികച്ച ഡിസാസ്റ്റർ മാനേജ്മെന്റ് പദ്ധതി ഉണ്ടാകണം. അതിൻ്റെ അഭാവമാണ് ഇപ്പോൾ കേരളം അനുഭവിക്കുന്നത്. എറണാകുളത്ത് ഒരു അടിയന്തര റെസ്പോൺസ് സെന്റർ വേണമെന്ന് 1986-ൽ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു എമർജൻസി റെസ്പോൺസ് സെന്റർ ഉണ്ട്. പേര് കെമിക്കൽ എമർജൻസി റെസ്പോൺസ് സെന്റർ. പക്ഷേ പ്രവർത്തനക്ഷമമില്ല. അടിയന്തരമായി സ്ഥാപനം പ്രവർത്തനയോഗ്യമാക്കണം. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് കാലാവസ്ഥയും ഭൂഘടനാ പ്രത്യേകതകളും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ERC വേണ്ടതാണ്.
പ്രകൃതി ദുരന്തത്തിന് പുറമെ റോഡ് ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യാനും അതുണ്ടാകണം. മുല്ലപ്പെരിയാർ അണക്കെട്ട് വരാനിരിക്കുന്ന മഹാദുരന്തമാണ്. അണക്കെട്ടിന്റെ ഉയരം കൂട്ടാൻ തമിഴ്നാട് സ്ഥിരമായി ആവശ്യപ്പെടുമ്പോൾ തർക്കത്തിന് പോകാതെ തുരങ്കം വഴിയോ മറ്റോ അവരുടെ കൃഷിക്ക് വേണ്ട വെള്ളം കൊടുക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കണം. അപകടമുണ്ടായാൽ പിടിച്ചാൽ നിൽക്കില്ല. വിദഗ്ധരുമായി കൂടിയാലോചിച്ച് നടപടികൾ എടുത്തില്ലെങ്കിൽ പ്രകൃതി ദുരന്തമല്ല, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ വരെ വരാൻ സാധ്യത കൂടുതലാണ്.